കനോലി കനാലിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് നൂതന ആശയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചാവക്കാട് സ്വദേശിയായ മുനീഷ് മൂസ. പുഴകളിലും മറ്റ് സ്ഥലങ്ങളിലും ഉപേക്ഷിക്കപ്പെട്ട ബോട്ടിലുകൾ കൊണ്ട് ഉഗ്രൻ കയാക്ക് നിർമ്മിച്ച് കനോലി കനാലിന് സംരക്ഷണം ഒരുക്കുകയാണ് ഈ 21 വയസ്സുകാരൻ. തിരുവത്ര പുത്തൻകടപ്പുറം കേരന്റകത്ത് മുനീഷ് മൂസയാണ് ആകർഷകമായ ചെറുനൌക നിർമ്മിച്ച് ജനശ്രദ്ധ നേടുന്നത്. തൊഴിയൂർ ICA കോളേജിലെ BA ഇംഗ്ലീഷ് 3ാം വർഷ വിദ്യാർത്ഥിയായ മുനീഷ് സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് കയാക്ക് ബോട്ട് ഉണ്ടാക്കിയത്. 514 ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് കയാക്ക് നിർമ്മിച്ചത്. ഇതിൽ വല വെച്ച് മൂടുകയും ഇരിപ്പിടത്തിനായി ഇതിനു മുകളിൽ മരത്തിന്റെ ഫ്രെയിമുകളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല PVC പൈപ്പ്, അടിച്ചുകോരി എന്നിവ ഉപയോഗിച്ച് തുഴയും ഉണ്ടാക്കി. ഏകദേശം 3 ആഴ്ച പരിശ്രമിച്ചാണ് കയാക്ക് നിർമ്മിച്ചത്. 2 പേർക്ക് ഇരിക്കാനുള്ള എല്ലാവിധ സംവിധാനവും ഇതിലുണ്ട്. 20 കിലോ ഭാരമുള്ള കയാക്കിൽ മുഴുവൻ ബോട്ടിലുകളായതിനാൽ 2 ആൾക്ക് പൊക്കിയെടുത്ത് എവിടെയും വെക്കാം. 6 മണിക്കൂർ യാത്ര ചെയ്ത് തുഴ ഉപയോഗിച്ച് ബോട്ടിലെടുത്ത് ചാക്കിൽ ശേഖരിച്ചു വെക്കുകയാണ് പതിവ്. കനോലി കനാലിന്റെ ഭാഗമായ അകലാട് മുതൽ മല്ലാട് വരെയാണ് ഇതുവരെ ബോട്ടിൽ ശേഖരിച്ചു കഴിഞ്ഞത്. ഇനി കനാലിന്റെ മറ്റു ഭാഗങ്ങളായ ചാവക്കാട് മുതൽ പൊന്നാനി വരെ ബോട്ടിലുകൾ ശേഖരിക്കാനാണ് അടുത്ത ലക്ഷ്യം. കനാലിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് കയാക്കുണ്ടാക്കാൻ ശ്രമിച്ചത്. ഇപ്രകാരം സ്വരൂപിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് വളരെ മികച്ച കയാക്ക് ബോട്ടുകൾ ഉണ്ടാക്കുകയും ഇത് ചെറുമീനുകൾ വിറ്റ് ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്യുമെന്നും ഇതുവഴി പ്ലാസ്റ്റിക് പുനരുപയോഗം ചെയ്യാൻ സാധിക്കുമെന്നും മുനീഷ് മൂസ പറഞ്ഞു. ഇവിടുന്ന് ഇപ്പൊ നമ്മള് ചാവക്കാട് നിന്ന് പൊന്നാനി വരെയുള്ളവർക്കൊക്കെ തൊഴാൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ഒരു അകലാട് അതിന്റെ തീരത്ത് കൂടെ ഒരുക്കണ കനോലി കനാലിൽ കൂടെ യാത്രകൾ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്നുള്ള വേസ്റ്റ് ബോട്ടിൽസ് മാത്രം കളക്ട് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത് സ്വരൂപിച്ചിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലത്തെ ഒരു വഞ്ചി ഉണ്ടാക്കും. ആ വഞ്ചി ഉണ്ടാക്കിയിട്ട് ആ സ്മോൾ വഞ്ചി ഉണ്ടാക്കിയിട്ട് അതിനേക്കാളും കുറച്ച് മോഡിഫൈ ചെയ്ത ലെവൽ. ഇതിപ്പോൾ നമ്മൾ കളക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വഞ്ചി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ചും കൂടി മോഡിഫൈ മോഡൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഈ കനോലി കനാലിൽ നമ്മളെ ഉപജീവന മാർഗം കാണുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ ചെറിയ ചെറിയ മീനെ പിടിച്ചിട്ട് കരിമീൻ അതുപോലത്തെ മീൻ